ലോക ചാപ്റ്റർ 1 ചന്ദ്ര ആബ്സല്യൂട്ട് സിനിമ ബ്രോ. ഐ ആം സോ സാറ്റിസ്ഫൈഡ്. ഏറ്റവും ഇജാതി പടോടെ ഞാൻ കാണാനായിട്ട് കുറച്ച് ലേറ്റ് ആയി, കാരണം കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. പിന്നീട് കാണാൻ പോവാന്ന് വിചാരിക്കുന്ന ദിവസം ടിക്കറ്റ് നോക്കുമ്പോൾ സീറ്റും കിട്ടിയില്ല, അത്രയ്ക്ക് ബുക്കിംഗ് ആയിരുന്നു. ഞാൻ പോയപ്പോൾ ഓൾമോസ്റ്റ് സീറ്റ് ഒക്കെ ഫുൾ ആയിരുന്നു. ഓ, എന്തോന്ന് പടോടെ, നമ്മുടെ മലയാള സിനിമയാണോ എന്ത് ചിന്തിച്ചോ, അമ്മാതിരി ഹോളിവുഡ് സ്റ്റാൻഡേർഡ് പടോടെ. VFX ഒക്കെ മലയാളത്തിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെ, ബെസ്റ്റ് VFX എന്ന് തന്നെ പറയാം. എന്തോന്ന് പറയാ, ഈ ഈ മൂവി, ഈ സൈഫൈ സൂപ്പർ ഹീറോ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ഈ സിനിമ. ആക്ച്വലി ഈ സിനിമയുടെ ഞാൻ വിചാരിച്ച കണക്കുള്ള സൂപ്പർ ഹീറോ പടമില്ല, കുറെ മാറ്റങ്ങളുണ്ട്. ഞാൻ ഇതിന്റെ ട്രെയിലർ പോലും കണ്ടില്ല കേട്ടോ, ഇതുവരെ ഞാൻ ട്രെയിലർ കണ്ടില്ല. സിനിമ ആക്ച്വലി ഷൂട്ട് നടത്തിയതൊക്കെ ഭയങ്കര സൈലന്റ് ആയിരുന്നു കേട്ടോ. ആദ്യം നമ്മുടെ DQന്റെ പ്രൊഡക്ഷനിൽ ഒരു സിനിമ വരുന്നു, ലോക എന്നുള്ള സംഭവങ്ങളൊക്കെ വന്ന്, പിന്നെ മറ്റേ ടൈറ്റിൽ ഒക്കെ ഇറക്കി, പിന്നെ ചെറിയൊരു ടീസർ ഇറക്കി. സിനിമയുടെ ഷൂട്ട് നടന്നത് പോലെ അറിഞ്ഞില്ല, അത്രയ്ക്ക് സൈലന്റ് ആയിട്ടാണ് ഈ പടം എടുത്തത് കേട്ടോ. പിന്നീട് ഇതിനൊരു കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ടുള്ള ഒരു കുറെ പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ ഒരു ഇതായിട്ട്. ഇപ്പോഴേ ഹിറ്റായി. എനിക്കാണ് ഫീമെയിൽ ലീഡില് സൗത്ത് ഇന്ത്യയില് ഫീമെയിൽ ലീഡിൽ ആദ്യം 100 കോടി എന്തോ കഴിഞ്ഞ പടം, അങ്ങനെ എന്തോ ഒരു അംഗീകാരമൊക്കെ നമുക്ക് ഈ പടത്തിന് കിട്ടി. സൂപ്പർ പടം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കിത് വീണ്ടും കാണാനുള്ള ഒരു ഇതുണ്ട്, അത് മനസ്സിലായില്ലേ? നമുക്കിത് വീണ്ടും വാച്ചബിൾ ആണ്. ഞാൻ പിന്നീട് ഇതില് ഡയറക്ടർ എന്ന് പറയുന്നത് ഡൊമിനിക് അരുൺ, സ്ക്രീൻ പ്ലേ ബൈ ഡൊമിനിക് അരുൺ ആൻഡ് ശാന്തി ബാലചന്ദ്രൻ, പ്രൊഡ്യൂസർ ബൈ DQ വലിയൊരു ഷൗട്ട് ഔട്ട്. കാരണം നമ്മുടെ ബോളിവുഡിൽ ഇങ്ങനത്തെ ഒരു പടം എടുക്കാൻ വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിച്ച മനസ്സ്. ഈ സിനിമ എടുത്തിരിക്കുന്നത് അറൌണ്ട് 30-40 കോടി ബഡ്ജറ്റിലാണ്. പക്ഷെ ഇതിന്റെ വിഷ്വൽസ് കാണണം. ഈ ഒരു ബഡ്ജറ്റിന് ഇതിൽ ചെയ്തിരിക്കുന്ന വിഷ്വൽസ് കാണണം നിങ്ങൾ. ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമും സൂപ്പറാണ്. ആ ക്യാമറ ആംഗിൾസ് ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും നിമിഷ് രവി സൂപ്പർ ബ്രോ, എട്ടിലെ സിനിമാറ്റോഗ്രാഫി. അതേപോലെ തന്നെ ഡയറക്ഷൻ അടിപൊളിയാണ് സിനിമയില്. മ്യൂസിക് ജേക്സ് ബിജോയ്, ഓ മാൻ, വാട്ട് എനർജറ്റിക് BGM ബ്രോ. ആ സിനിമയ്ക്ക് അനുസരിച്ചുള്ള എനിക്ക് ആ ലോകയുടെ തീം സോങ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് അതിന്റെ BGM ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നീട് സിനിമ ഇതില് ഒരു കോമിക് ടൈപ്പ് അനിമേഷൻ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ചില ക്യാരക്ടറൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അത് വിഷയ സാധനം കേട്ടോ. എനിക്ക് ആ സിനിമ തുടങ്ങിയിട്ട് ഒരു BGM വന്ന് ഈ സാധനം, ഈ ഒരു അനിമേറ്റഡ് ഒരു കോമിക് ടൈപ്പ് രീതിയിലുള്ള സാധനം വന്നപ്പോ എനിക്ക് ഒരുമാതിരി രോമാഞ്ചൊക്കെ ആയിട്ട് എന്തെന്ന് അറിഞ്ഞൂടെ. എനിക്കിതിന് ആ ഒരു ഗൂസ് ബംസ് വരെയുള്ള കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ ഇതിലുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ക്യാമിയോസ് ഒക്കെ ഉണ്ട്. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞ് കാണാത്തവരൊക്കെ കാണൂല്ലേ, സസ്പെൻസ് കളയുന്നില്ല. പിന്നീട് വന്നിട്ട് സ്റ്റാറിങ് കല്യാണി പ്രിയദർശൻ, നസ്രിൻ, പിന്നെ സാൻഡി മാസ്റ്റർ. കല്യാണി പ്രിയദർശനൊക്കെ അടിപൊളിയാട്ടോ ഈ സിനിമയില്. ഇതേപോലത്തെ ക്യാരക്ടർ സൂപ്പർ ആയിട്ട് ചെയ്യും. ആ സ്ക്രീൻ പ്രസൻസ് ആയാലും ആ ക്യാരക്ടർ ഒക്കെ സൂപ്പർ ഡേ. ആ ചന്ദ്ര എന്നുള്ള ക്യാരക്ടർ ഔസം ബ്രോ. പിന്നീട് നസ്രിൻ നമ്മൾ ടിപ്പിക്കൽ എപ്പോഴും കാണുമ്പോഴത്തെ പെർഫോമൻസ് തന്നെ അത്യാവശ്യം നല്ല ക്യാരക്ടറാണ്. പിന്നീട് സാൻഡി മാസ്റ്റർ ഇതിന് നമ്മള് ടീസറിൽ കാണിച്ചിരുന്നുണ്ട്, പോലീസ് ക്യാരക്ടറാണ്. അതിന് പുള്ളിക്കാരനെ പറ്റി നമ്മളെ ലിയോയിൽ കണ്ട ചെറിയ അതേപോലത്തേക്ക് ഒരു ടച്ചുള്ള ഒരു കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചന്തു സലീം കുമാർ ഉണ്ട്. പുള്ളിക്കാരന്റെ ക്യാരക്ടർ ഇടയ്ക്ക് മറ്റേ സലീം കുമാറിന്റെ മറ്റേ ക്യാരക്ടർ ഓൾ ദ ഡ്രീംസ് ആർ ലൈക് ടിംഗ്ലിംഗ് സ്റ്റാർസ്, അതേപോലത്തേക്ക് ഒരു ടൈപ്പ് സംഭവമാണ് കേട്ടോ. സംഭവം അത് കൊള്ളാം, അതിന്റെ ചിരിക്കാനൊക്കെ ഉണ്ട്. എന്തായാലും ഇതിൽ ഈച്ച് ആൻഡ് എവരി ക്യാരക്ടർ സൂപ്പറാണ്. അത്യാവശ്യം കുറച്ച് ചിരിക്കാനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോറി ലൈനും നല്ല രസമാണ്. എന്ന് വെച്ചാൽ നമ്മള് ഭയങ്കരമായിട്ട് കണ്ട് പഴകിയ സംഭവമായിട്ടൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. തുടക്കം തൊട്ട് അവസാനം വരെയാണെങ്കിലും ഭയങ്കര എൻഗേജിങ് ആണ്. അത് എന്തോ പറയാ, നല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. എന്ത് പറഞ്ഞൂടാ ഞാൻ, കാരണം എന്ന് വെച്ചാൽ ഇത് എന്താ ഭയങ്കര പ്രൊമോഷൻസും കാര്യങ്ങളും ഇല്ലായിരുന്നു. പിന്നീട് ഈ ഹൈപ്പ് ഒരുപാട് വെക്കേണ്ടത് വിചാരിച്ചാണ് ഞാൻ ട്രെയിലർ പോലും ഇതുവരെ കാണാത്തത്. ട്രെയിലർ കാണാതെയാണ് ഞാൻ പോയി കണ്ടത്. എനിക്ക് ഇപ്പോഴാണ് കാണാൻ സമയം കിട്ടിയത്. കുറച്ചുകൂടി നേരത്തെ കാണേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു. എന്തായാലും സിനിമ ഒരു വർത്ത് വാച്ച് ആണ്.
ഭയങ്കര പൈസ വസൂൽ എന്നൊക്കെ പറയില്ലേ, അതേ കണക്കുള്ള സാധനമാണ്. ആബ്സൊല്യൂട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു സുഖം കിട്ടൂല. പിന്നീട് ഇതിന്റെ ഫൈറ്റ് സീക്വൻസസ് ഒക്കെ പോകുമ്പോ ഇതിന് ഡ്യൂപ്പ് ഏതോ ഇതിൽ പറഞ്ഞിട്ട് കല്യാണ പ്രിയദർശന്റെ ക്യാരക്ടറിനെ ഡ്യൂപ്പ് എന്ന് പറയുന്നതിന് ഉപയോഗിച്ചില്ല. പക്ഷേ സ്റ്റണ്ട് ഒക്കെ കിട്ടില്ല, ഒരു രക്ഷയില്ലാത്ത സാധനങ്ങള്. പിന്നീട് നമ്മുടെ ഈ നമ്മൾ ഹോളിവുഡിൽ കാണുന്ന സൂപ്പർ ഹീറോ മൂവീസിലുള്ള പോലത്തെ കുറെ സാധനങ്ങളുണ്ട്, ചില ട്രാൻസിഷൻസ് ഉണ്ട്, എല്ലാം നൈസ് ആയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ഈ ബഡ്ജറ്റില് ബെസ്റ്റ് VFX ആണ് ഈ സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. ഒരു കാര്യം പറയാണ്, ലാസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. ചിലർ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണാതെ ഇറങ്ങി പോണവരുണ്ട്. എനിക്കറിയാം ഇപ്പോഴത്തെ എല്ലാ സിനിമയിലും എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണാം. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് വരെ ആയിരുന്നു അങ്ങനെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. അതും ഒരു കിടില സാധനമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. ടോട്ടലി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയിൽ ഉള്ള ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സ് പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ്. ഈ സിനിമയിൽ എനിക്ക് നെഗറ്റീവായിട്ട് പറയാൻ ഒന്നും തോന്നുന്നില്ല. എല്ലാവർക്കും ഈ സൈഫൈ സൂപ്പർ ഹീറോ ടൈപ്പ് മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ഞാൻ വേറൊരു രീതിയിലുള്ള സൂപ്പർ ഹീറോ എന്താ സിനിമയാണ് ഈ വിചാരിച്ചത്. പക്ഷേ കണ്ടപ്പോ വേറൊരു രീതിയിലെ സ്റ്റോറി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള കുറെ മിത്തുകള് എല്ലാം കൂടെ ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്റ്റോറി ആണ് ഈ സിനിമയിലുള്ളത്. പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബഡ്ജറ്റ് ഒക്കെ ഇതിൽ പ്രോപ്പർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ VFX-ലായാലും ആർട്ടിനൊക്കെ വലിയൊരു ഷൗട്ട് ഔട്ട്. നല്ല കിടിലം ആർട്ട് വർക്ക് തന്നെ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു ബാറിന്റെ അകത്തൊക്കെ വെച്ചോണ്ട് ഒരു അടിയുണ്ട് കേട്ടോ, അത് നൈസ് സാധനമാണ് അതൊക്കെ. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സൂപ്പർ ഹീറോ മൂവിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നീട് ഇതിന്റെ ആ ഒരു സിനിമയുടെ റേഷ്യോ ഉണ്ടല്ലോ, അത് കുറച്ച് ഞാൻ വിചാരിച്ച് ഞാൻ പോയത് മാത്രമാണ്, അങ്ങനെയല്ല. സിനിമയുടെ റേഷ്യോ കുറച്ച്, അതായത് നമുക്ക് സൈഡിൽ കുറച്ച് കറുത്ത ബാർ കാണാൻ പറ്റും, അങ്ങനെ എടുത്തതായിരിക്കാം. മൂവി റേഷ്യോ കുറച്ച് ചെറുതാണ്. എന്നാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഓണം എന്തായാലും ലോക്കയാണ് തൂക്കിയതെന്ന് ഞാൻ പറയും. സോ ഫ്രണ്ട്സ്, ഇതാണ് ലോകയെ പറ്റിയിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സൈനിങ് ഔട്ട്. പിന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.